വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി കേട്ടോ കഴിഞ്ഞ ദിവസം. അത് വേറൊന്നുമല്ല, ഞാൻ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പോയി കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളിനെ വളരെ പെട്ടെന്ന് കാണാനിടയായി. അത് വേറെ ആരുമല്ല, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിദാസേട്ടനാണ്. ഹരിദാസേട്ടനെ ഞാൻ ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വാരിയംകുന്നൻ അതുപോലെ തന്നെ ദേശീയത എന്നൊക്കെ പറഞ്ഞ് വലിയ ഏറ്റുമുട്ടലുണ്ടായി. അത് ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച കത്തിപ്പടർന്ന കാലത്താണ് ഹരിദാസേട്ടൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുന്നത്. അതന്ന് മില്യൺ കണക്കിന് ആളുകൾ ഷെയർ ചെയ്തിരുന്നു. ഒരു അഭിമുഖമായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ച് സംസാരിച്ചിരുന്ന ഒരു അഭിമുഖം. അന്നേ അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് എവിടെയൊക്കെയോ അതങ്ങ് മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി അനിൽകുമാർ സാറുമായി സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഹരിദാസേട്ടാന്നും പറഞ്ഞ് അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് വാതിലിലേക്ക് നോക്കിയപ്പോൾ ഞാൻ എന്നോ കാണാനിരുന്ന പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ. ഞാൻ വലിയ ഇഷ്ടത്തോടെ വലിയ സ്നേഹത്തോടെയാണ് പോയി സമീപത്ത് അങ്ങിരുന്നത്. എന്നിട്ട് ചിത്രങ്ങളൊക്കെ എടുപ്പിച്ചു. അപ്പോൾ അടുത്ത് നിന്ന ആൾ എന്നോട് ചോദിച്ചു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇന്നാരാണെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം കണ്ടതായിട്ടൊന്നും എന്നെ ഓർമ്മയില്ല. പക്ഷേ കാര്യം പറഞ്ഞപ്പോഴേക്ക് തന്നെ ഈ സമകാലിക സമൂഹത്തിൻ്റെ ജീർണതകളെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങ് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 90 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷേ ദൈവകൃപയാൽ ഒരു സഹായത്തോടെ നടക്കാനുമൊക്കെ കഴിയുന്നതുകൊണ്ടാണല്ലോ മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്തെത്താൻ ഈ പ്രായത്തിലും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത്. വലിയ അനുഗ്രഹം. ആരോഗ്യത്തോടെ ഈ ദുർബലമായ ശബ്ദത്തോടെയാണെങ്കിലും കരുത്തും കാമ്പുമുള്ള ആശയങ്ങളുമായി അങ്ങനെയുള്ള മനുഷ്യർ കൂരിരുട്ടിലെ മിന്നാമിനുങ്ങ് പോലെ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുമല്ലോ, അവിടെ വെച്ച് കണ്ടു, മന്ത്രിയെ കണ്ടു, മറ്റവരെ കണ്ടു എന്നൊക്കെ പറയുന്നത്. ഇവരാരും പദവികളുണ്ടല്ലോ. അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്, എം പിയുമായിരുന്നിട്ടുണ്ട് കുറച്ചു കാലം. അതിനൊക്കെ അപ്പുറത്ത് ഒരു മഹാമനുഷ്യനെ കണ്ട സംതൃപ്തിയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. എത്രയോ സമയം കഴിഞ്ഞെങ്കിലും മതിയായില്ല. കാരണം അവിടുത്തെ തിരക്കിലിരുന്ന് സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തോടൊപ്പം വർത്തമാനം പറയണം, കാണാനായി പോകണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ആ കണ്ട സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു.